ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ താണ്ട ഈ സൈഡ് ബെല്ലി ഫാറ്റ് ഉണ്ടല്ലോ, നമ്മുടെ താണ്ട ഈ ഒരു ഭാഗത്തെ പല ആൾക്കാർക്കും താണ്ട ഇവിടുത്തെ ഇങ്ങനെ ഫാറ്റൊക്കെ ഇങ്ങനെ തൂങ്ങിയൊക്കെ കിടക്കുന്ന കാണാം. അപ്പം ഇത് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് രണ്ട് കിടിലൻ എക്സസൈസുകൾ ഞാൻ കാണിച്ചു തരാം. 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഫാറ്റിനെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതും വെറും 7 ദിവസം കൊണ്ട്. അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്കൊരു കമ്പിയോ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വടിയോ ആവശ്യമുണ്ട്. നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്ന കണക്ക് ഇതേ കണക്ക് ഇങ്ങനെ തോളിലെടുത്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ നിന്നതിന് ശേഷം ഇതേപോലെ കണ്ട ഇതേപോലെ നിങ്ങൾ ചെയ്യുക. 7 ദിവസം കൊണ്ട് നിങ്ങളുടെ സൈഡ് ബെല്ലിയൊക്കെ കുറഞ്ഞ് നല്ല ഷേപ്പാക്കി മാറ്റും. പിന്നെ അതേ കണക്ക് തന്നെ ഇതേ കണക്ക് നിന്നതിന് ശേഷം സൈഡിലോട്ട് ഇതേപോലെ ഇങ്ങനെ ഇതേപോലെ നിങ്ങൾ ചെയ്യുക. വളരെ നല്ല എക്സസൈസ് ആണ്. 7 ദിവസം കൊണ്ട് നിങ്ങളുടെ നല്ല പ്രയോജനം തരുന്ന എക്സസൈസ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങൾ ഇങ്ങനെയുള്ള എക്സസൈസുകളൊന്നും ചെയ്യരുത്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ കണ്ടതാണ്. 7 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു വടിയെടുത്ത് തോളയിൽ വെച്ചോട്ട് 2 എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് ഈ ഭാഗത്തുള്ള കൊഴുപ്പൊക്കെ നിങ്ങൾക്ക് 7 ദിവസം കൊണ്ട് ഇരിച്ചു കളയുക എന്നുള്ളത് മിക്കവാറും ജിമ്മുകളിൽ പോലും ഇപ്പോഴും ആൾക്കാർ ഫോളോ ചെയ്യുന്ന എക്സസൈസുകളാണിത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടുകയില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഇവിടുത്തെ ഫാറ്റിനെ ഒന്നും ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളായിട്ടുള്ള എക്സസൈസുകളൊന്നും കുറയ്ക്കാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വാമപ്പിന് വേണ്ടി ചുമ്മാ ശരീരത്തെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പല ആൾക്കാരും ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ട് വിശ്വസിച്ച് കണ്ട തടിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തോളെ വെച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ഈ ലോവർ ബാക്കിനും അവിടെ ഇവിടെയൊക്കെ പെയിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പെയിൻ അനുഭവപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങനെയുള്ള എക്സസൈസുകൾ ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് വാമപ്പിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടുത്തെ ഈ ഫാറ്റ് കുറയ്ക്കാനൊന്നും ഇത് സഹായിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിന് പകരമായിട്ട് 2 എക്സസൈസുകൾ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഈ ആപ്സിന്റെ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന ദിവസം അതിന്റെ കൂട്ടത്തിലൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിലെല്ലാം പറയാറുണ്ട്, നിങ്ങൾ വെറുതെ ആപ്സിനുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്താലൊന്നും നിങ്ങളുടെ ഫാറ്റ് ഒന്നും കുറയ്ക്കാൻ പറ്റുകയില്ല എന്നുള്ള കാര്യം. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് ട്രെയിനിങ് ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഡെഡ് ലിഫ്റ്റ് ഒക്കെ പോലുള്ള വർക്കൗട്ടുകളൊക്കെ നമ്മൾ ചെയ്യണം, സ്ക്വാട്ടൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന ഈ 2 വർക്കൗട്ടുകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനകരവും വളരെ നല്ല എക്സസൈസുകളാണ്. ഓക്കെ, അത് രണ്ടും നിങ്ങളുടെ ഈ ഒരു ഭാഗത്തെ കൊഴുപ്പിനെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഒരു മസിൽസിനെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വർക്കൗട്ടുകളാണ്. അപ്പം ജിമ്മിലൊന്നും പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ചുമ്മാ അത് ചെയ്യാനൊക്കെ നിൽക്കരുത്. ഇതേ കണക്കൊക്കെ ചെയ്യാനാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ 7 ദിവസം കൊണ്ടൊക്കെ കുറയുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്യാൻ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഫാറ്റ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ വെറുതെ ഒരു വടി എടുത്ത് വെച്ചിട്ട് നമുക്ക് 7 ദിവസം കൊണ്ടൊക്കെ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ള എക്സസൈസുകൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ, ഒരു ആവശ്യമില്ല. അപ്പം നമുക്ക് നേരെ ആ 2 വർക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വടിയും തടിയൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞേക്കുക. അതിനുശേഷം ജിമ്മിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെങ്കിലും ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യുന്നത് റഷ്യൻ ട്വിസ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, റഷ്യൻ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോർമലായിട്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ ഇരുന്നാൽ മതി. സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് ഇതാണെങ്കിൽ ഇരിക്കാം. കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇതേപോലെ വശങ്ങളിലോട്ട് നിങ്ങൾക്ക് ട്വിസ്റ്റ് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ. ഇത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. നമുക്ക് ആപ്സിന്റെ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള 2 എക്സസൈസുകളും കൂടെ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ ഒരു വെയിറ്റോ എന്തെങ്കിലും നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ എഫക്റ്റീവ് ആണ്. ഓക്കെ, ഒരു കൊച്ചു ഡമ്പലോ വെയിറ്റ് ഭയങ്കര ഭാരമുള്ള സാധനങ്ങളല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും വെയിറ്റോ എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇത് കണക്ക് ചെയ്താലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണിത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു 25 റെപ്പിറ്റേഷൻ വെച്ചിട്ട് ഒരു 3 സെറ്റൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂ. റഷ്യൻ ടെസ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. സൂപ്പർ എക്സസൈസ് ആണിത്. ഓക്കെ, പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഭാഗത്തിന് വേണ്ടി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതേ കണക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ഈ കിടക്കുന്ന കണക്ക് നിങ്ങൾക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ ഒരു കാലുണ്ടല്ലോ, ഇതേ ഇതേ കണക്കൊന്ന് ക്രോസ് ചെയ്ത് വെക്കുക. ഓക്കെ, മറ്റേ കാല് ഇതേ കണക്ക് ഇരിക്കട്ടെ, ഈ കാല് ഇതേ കണക്ക് ക്രോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, കമാൺ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാല് നിങ്ങൾ പതുക്കെ ഇത്രത്തോളം ഒന്ന് ഉയർത്തുക.
അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഈ തലയുണ്ടല്ലോ അങ്ങോട്ട് പതുക്കെ ഒന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതേ കണക്ക് 1 2 3 4 5 6 7 8 9 10. ഈ ഒരു ഭാഗത്തെ ആ ഒരു ഭാഗത്ത് നമുക്കിത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഒരു പെയിൻ ആയിരിക്കും ഈ ഒരു വശങ്ങളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. സൂപ്പർ എക്സസൈസ് ആണ്, വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു വ്യായാമമാണ്. ഓക്കെ, നിങ്ങൾ ഒരു ഒത്തിരി സ്ട്രെയിൻ എടുത്തൊന്നും ചെയ്യണ്ട. അപ്പം ഇതേ കണക്ക് കിടക്കുക, കൈ ഇങ്ങനെ വെക്കുക. അതിനുശേഷം നൈസായിട്ട് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ കാലുകൾ ഉയർത്തിയാൽ മതി, ഒരുപാട് ഉയർത്തിയൊന്നും കൊണ്ടുപോകരുത് കാലുകൾ. അപ്പം ഈ 2 എക്സസൈസുകൾ മാത്രം നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഈ സൈഡ് വശത്തെ ആ ഒരു ഫാറ്റൊക്കെ കുറയ്ക്കുന്നതിനായിട്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് പ്രോപ്പറായിട്ട് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 2 എക്സസൈസുകളാണ്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഇത് ഫോളോ ചെയ്യാവുന്ന എക്സസൈസുകളാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് നിങ്ങൾ ഈ ഡെഡ് ലിഫ്റ്റ് പോലുള്ള എക്സസൈസുകളൊക്കെ ഇങ്ങനെയൊക്കെ നിന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്കുക. അതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസുകളാണ് നിങ്ങളുടെ വയറിലെ ഫാറ്റ് കുറയ്ക്കാനായിട്ട്. അത് കണക്ക് തന്നെ ഇത് കണക്കുള്ള ഒരു വെയിറ്റ് ഉള്ള ഒരു കമ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷോൾഡറിൽ ഇത് കണക്ക് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ സ്ക്വാട്ടൊക്കെ ചെയ്യാം. ഓക്കെ, അല്ലാതെ ചുമ്മാതെ ഞാൻ ആദ്യം കാണിച്ച കണക്ക് വെറുതെ കിടന്നിട്ട് ഇതൊന്നും എടുത്ത് ഇങ്ങനെയൊന്നും ഇട്ട് ട്വിസ്റ്റ് ചെയ്ത് വെറുതെ നടുവിൽ നിന്നും പണി മേടിച്ചു കൂട്ടരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു.